Hi friends, welcome back to your channel. ഇന്ന് ഞാൻ oyster ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ടുള്ള oyster ഒക്കെ ഇതിവിടെ കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ oyster ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ oyster നമുക്കറിയാം ഒരുപാട് ഗുണമുള്ള ഒന്നാണ്. ഇതിന് മുരുകർച്ചി എന്നും പറയാറുണ്ട്. മുരുകർച്ചി, മുരിങ്ങയിറച്ചി അങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടാറുണ്ട്. ഇതിൽ ഒരുപാട് കാൽസ്യവും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് വരെ സഹായിക്കുന്ന ഒന്നാണിത്. ഇത് തിളച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി ഇത്രയും ചേർത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരുകർച്ചിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഈ മുരുകർച്ചിയിൽ തന്നെ ഒരു വെള്ളമുണ്ട്. പിന്നെ അത് പൊട്ടിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് മേടിച്ചപ്പോഴേ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത്. ഒരുപാട് വേവൊന്നുമില്ല. ഇത് സാധാരണ ഉപ്പ് വെള്ളത്തിലാണ് വളരുന്നത്. അപ്പം നമുക്കറിയാം ഇത് പച്ചയ്ക്കൊക്കെ കഴിക്കാറുള്ളതാണ്. പല രോഗങ്ങൾക്ക് വരെ ഇത് ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓയിസ്റ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.